രാജാവായ വിക്രമാദിത്യനോട് വേതാളം തന്റെ ആദ്യത്തെ കഥ പറയാൻ തുടങ്ങി. പണ്ട് വാരണാസി എന്ന പുണ്യനഗരത്തിൽ മധുമതി എന്നു പേരുള്ള സൗന്ദര്യവും സൽഗുണങ്ങളും നിറഞ്ഞ ഒരു യുവതി ജീവിച്ചിരുന്നു. അവളുടെ സൗന്ദര്യത്തിലും സ്വഭാവത്തിലും ആകൃഷ്ടരായി 3 യുവാക്കൾ അവളെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി അവളുടെ പിതാവിനെ സമീപിച്ചു. ആദ്യത്തെ യുവാവ് ശാസ്ത്രങ്ങളിൽ പണ്ഡിതനായിരുന്നു. രണ്ടാമത്തെ ആൾ ധീരനായ ഒരു പോരാളിയായിരുന്നു. മൂന്നാമത്തെ യുവാവ് കരുണയുള്ളവനും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവനുമായിരുന്നു. മധുമതിയുടെ പിതാവ് ആരെ തിരഞ്ഞെടുക്കണമെന്നറിയാതെ കുഴങ്ങി. കാരണം മൂവരും മികച്ചവരായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ദൗർഭാഗ്യകരമായ ഒരു സംഭവം നടന്നു. മധുമതി പെട്ടെന്ന് രോഗബാധിതയായി അന്തരിച്ചു. ഈ വാർത്ത 3 യുവാക്കളെയും വല്ലാതെ തളർത്തി. ആദ്യത്തെ യുവാവ് അവളെ വിട്ടുപിരിയാൻ തയ്യാറായില്ല. അവൾ ദഹിപ്പിക്കപ്പെട്ട സ്ഥലത്ത് ഒരു ചെറിയ കുടിൽ കെട്ടി അവളുടെ ചിതാഭസ്മത്തിന് അരികിൽ തന്നെ താമസിച്ചു. രണ്ടാമത്തെ യുവാവ് അവളുടെ അസ്ഥികൾ ശേഖരിച്ച് പുണ്യനദിയായ ഗംഗയിൽ ഒഴുക്കി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ യുവാവ് ലോകം ഉപേക്ഷിച്ച് സന്യാസിയായി അലഞ്ഞു. ആ യാത്രക്കിടയിൽ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു രഹസ്യമന്ത്രം അവൻ പഠിച്ചു. കുറെ കാലത്തിന് ശേഷം ഇവർ മൂവരും ശ്മശാനത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടി. ആദ്യത്തെ യുവാവ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടാമൻ കർമ്മങ്ങൾ കഴിഞ്ഞ് മടങ്ങിയെത്തി. മൂന്നാമൻ താൻ പഠിച്ച മന്ത്രവുമായി വന്നു. മൂന്നാമത്തെ യുവാവ് മന്ത്രം ചൊല്ലിയതും ഒരു അത്ഭുതം സംഭവിച്ചു. മധുമതി വീണ്ടും ജീവനോടെ എഴുന്നേറ്റു. ഇപ്പോൾ വീണ്ടും ഒരു പ്രശ്നമുയർന്നു. മധുമതിയെ വിവാഹം കഴിക്കാൻ തങ്ങൾക്കാണ് അർഹതയെന്ന് മൂവരും വാദിച്ചു. അപ്പോൾ വിക്രമാദിത്യന്റെ തോളിലിരുന്ന വേതാളം ഒരു ചോദ്യം ചോദിച്ചു. രാജാവേ, ഇപ്പോൾ ആ പെൺകുട്ടി ജീവനോടെയുണ്ട്. മൂവരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവരിൽ ആർക്കാണ് അവളെ വിവാഹം കഴിക്കാൻ അവകാശമുള്ളത്? ഉത്തരം അറിഞ്ഞിട്ടും പറഞ്ഞില്ലെങ്കിൽ നിന്റെ തല 1000 കഷണങ്ങളായി ചിതറിപ്പോകും. നീതിമാനായ വിക്രമാദിത്യന് മിണ്ടാതിരിക്കാനായില്ല. അദ്ദേഹം മറുപടി പറഞ്ഞു, അവളെ ജീവിപ്പിച്ചവൻ അവൾക്ക് പിതാവിനെ പോലെയാണ്. കാരണം അവനാണ് അവൾക്ക് പുനർജന്മം നൽകിയത്. അവളുടെ അസ്ഥികൾ ഗംഗയിൽ ഒഴുകി കർമ്മങ്ങൾ ചെയ്തവൻ മകനെ പോലെയാണ്. എന്നാൽ അവളുടെ ചിതാഭസ്മത്തിന് അരികിൽ അവളെ വിട്ടുപോകാതെ കാത്തിരുന്നവനാണ് യഥാർത്ഥ കാമുകൻ. അതിനാൽ അവനാണ് അവളെ വിവാഹം കഴിക്കാൻ യോഗ്യൻ. ഇത് കേട്ടതും വേതാളം ചിരിച്ചു. രാജാവേ, നീ ശരിക്കും ബുദ്ധിമാൻ തന്നെ. പക്ഷേ നീ സംസാരിച്ചു പോയി. നിന്റെ മൗനവ്രതം നീ ലംഘിച്ചു. ആ നിമിഷം വേതാളം രാജാവിന്റെ തോളിൽ നിന്നും പറന്ന് പഴയ മരത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. അതോടെ വിക്രമാദിത്യന്റെ യാത്ര വീണ്ടും ആദ്യം മുതൽ തുടങ്ങേണ്ടി വന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.